നമ്മൾ ദുബായിൽ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ CV ATS മോഡൽ ആണ് എന്ന് ആദ്യമേ തന്നെ ഉറപ്പുവരുത്തണം. കാരണം നമ്മുടെ ഇവിടെ ദുബായിൽ കമ്പനികളിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് CV റിജക്റ്റ് ചെയ്യാനും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യാനുമുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ CV ഒക്കെ ATS മോഡൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ CV ഒരിക്കലും അവർ സെലക്ട് ചെയ്യും. ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നില്ല എന്നുള്ളത്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ CV തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ CV ATS മോഡലാണ് എന്ന് ഉറപ്പുവരുത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങളുടെ CV ATS മോഡൽ ആക്കുക. നമ്മുടെ ദുബായിൽ നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ജോബ് സൈറ്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സൈറ്റുകളുടെ പേര് ഞാൻ പറയാം. ഒന്ന് ലിങ്ക്ഡിനിലൂടെ നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഡുബിസിൽ നമ്മൾ അക്കോമഡേഷൻ എടുക്കുക മാത്രമല്ല, ജോബ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഡുബിസിലും യൂസ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മുടെ സ്കിൽബി, ഇൻഡീഡ് അങ്ങനെയുള്ള ജോബ് സൈറ്റുകളിലൊക്കെ കയറിയിട്ട് നമ്മൾ മാക്സിമം ജോബ് അപ്ലൈ ചെയ്യുക. മാത്രമല്ല ഇതിലൊക്കെ ആക്റ്റീവായിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ എപ്പോഴും ആക്റ്റീവ് ആക്കുക. പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ പോലെയുള്ള ആപ്പുകളിൽ നമ്മൾ ആക്റ്റീവ് ആകുക, നമ്മുടെ കണക്ഷൻസ് കൂട്ടുക. നമ്മൾ ഏത് ഫീൽഡിലാണ് ജോബ് അന്വേഷിക്കുന്നത് ആ ഫീൽഡിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ പ്രൊഫൈലൊക്കെ ഓപ്പൺ ടു വർക്ക് എന്നുള്ള രീതിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ മാക്സിമം അതിൽ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പല ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഡ്രസ് കോഡ് ഇവിടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉണ്ടോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫിക്സഡ് ആയിട്ടൊരു ഡ്രസ് കോഡ് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എക്സിക്യൂട്ടീവ് ലുക്കിൽ പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഏത് ഫീൽഡിലാണ് ജോബ് ചെയ്യുന്നത്, ഇപ്പോൾ സെയിൽസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടിട്ട് പോകേണ്ട ഒരു ഫീൽഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ അക്കൗണ്ട്സ് അങ്ങനെയുള്ള അഡ്മിൻ ജോബുകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ എക്സിക്യൂട്ടീവ് ലുക്കിൽ പോകാനായിട്ട് ശ്രമിക്കുക. ഫോർമൽ ഷൂ യൂസ് ചെയ്യുക. അതുപോലെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഒന്നും ഇടാതെ ആ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ വൈറ്റ് കളർ എന്ന് പറയുന്നത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വൈറ്റ് കളർ ഷർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് പല ആൾക്കാരും അത് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ വന്ന സമയത്തും അങ്ങനെ എനിക്ക് സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളും വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് ലുക്കിൽ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക.